ഹലോ, ഇന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്താലോ? പച്ചക്കറി എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല കേട്ടോ. ഒരു തക്കാളി, മറ്റു തക്കാളി ഒന്നും പഴുത്തിട്ടില്ല നന്നായിട്ട്. ഇത് ഉടങ്കല്ലി മുളകാണേ, നല്ല എരിവാണ്. ഇത് വെച്ച് ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ മീൻകറിയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് പൊട്ടിച്ചെടുക്കുന്നത്. ഈ മുളക് മീൻകറിയിലേക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിനൊരു പ്രത്യേക മണമാണ് കേട്ടോ ഈ മുളകിന്. അതുപോലെ ഈ മുളക് വെച്ചിട്ട് പഴങ്കഞ്ഞി കുടിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ മുളകിന് നല്ല പച്ച കളർ, വിലയ്ക്കും സെയിം അതേ പച്ചയായതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. നിറയെ പിടിച്ചിരുന്നാലും നമ്മളിത് നന്നായിട്ട് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇനി കുറച്ച് പച്ചമുളക് കൂടെ പറിക്കാം. ഇത് കൃഷിഭവനിൽ തന്ന പച്ചമുളകിൻ്റെ തൈയാണേ, നിറയെ പിടിക്കും. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഇതിൽ നിന്ന് പച്ചമുളക് പറിക്കുന്നത്. ചെറിയൊരു ചെടിയാണ്, നിറയെ ഉണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണിത്, നല്ല നീളവും ഉണ്ട്. ഇന്ന് പച്ച കുരുമുളക് വെച്ചിട്ട് മീൻകറി ഉണ്ടാക്കും. അതിനുവേണ്ടി ഒരു തണ്ട് പച്ച കുരുമുളക് കൂടെ കട്ട് ചെയ്തെടുക്കാം. നല്ല എരിവുള്ളൊരു മീൻകറി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി എണ്ണ ചൂടാകുമ്പോഴേക്ക് അതിൽ കടുക്, ഉലുവ, ചെറിയ ഉള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കുരുമുളകും ഇഞ്ചി നന്നായിട്ട് ചതച്ച് അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പ് തിളയ്ക്കുമ്പോഴേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അയല മീനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഉടങ്കല്ലി മുളക് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല എരിവുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. മീൻകറി കുറച്ച് എരിവായിട്ടിരിക്കുന്നതാണ് നല്ല ടേസ്റ്റ്.